നമസ്കാരം. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനും ഗ്ലോബലൈസേഷൻ സ്റ്റാറും ഇന്നത്തെ യൂത്ത് ഐക്കണുമായ ദീപേഷാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറ് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണല്ലോ. അങ്ങനെ പല രാജ്യങ്ങളിലും സഞ്ചരിക്കുമ്പോൾ സാറ് സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം ഏതാണ്? നമ്മൾ ഈ 5 സ്റ്റാറിലും 7 സ്റ്റാറിലൊക്കെ പോയി ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ പണ്ട് കുട്ടിക്കാലം തൊട്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമുണ്ട്. നമ്മുടെ വറുത്തരച്ച നാടൻ ബീഫ് കറി. അതും ഈ ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുമ്മാ കാണുന്ന കലസാ ബീഫൊന്നും മേടിച്ചോണ്ട് വരുന്ന വെക്കുകയല്ല ചെയ്യേണ്ടത്. അലുവ കഷ്ണം പോലെ ഒരു ബീഫും കിടക്കും. ഈ ബീഫ് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടും. ഈ ബീഫിനെ എടുത്ത് പൊക്കി വെച്ചാൽ തളാന്നിരിക്കും ഒരു പീസ്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് നെയ്യ് കണ്ടാവും. ആ നെയ്യ് ഒരു കാരണവശാലും കളയരുത്. കാരണം ഈ നെയ്ക്ക് വേറെ പണിയുണ്ട്. ഈ നെയ്യ് അടുത്തങ്ങ് മാറ്റി വെച്ച് എന്നിട്ട് നമ്മുടെ മുളക് പൊടി എന്ന് പറഞ്ഞാൽ എന്താ, ചുമ്മാ കണ്ട പാക്കറ്റ് മുളക് പൊടിയല്ല, നല്ല ഒന്നാന്തരം വത്തല മുളക് മേടിച്ച് ഉണക്കി പൊടിപ്പിച്ച നാടൻ മുളക് പൊടി. ഇത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടിട്ട് മല്ലിയും ഉപ്പും ഇട്ടങ്ങ് വെക്കും. ഒരു1/2 മണിക്കൂർ കഴിയുമ്പോഴല്ലോ ഈ ബീഫ് എടുത്ത് നമ്മളങ്ങ് വേവിക്കാൻ വെക്കും എന്ന് പറയുമ്പോൾ കുക്കറിലല്ല, നല്ല ഉരുളിയില്ലേ പണ്ടത്തെ, അതിനകത്ത് ഇതിങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് ആദ്യം അങ്ങ് തിളയ്ക്കും. ആ തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്കുണ്ടല്ലോ നമ്മൾ മെയിനായിട്ടുള്ള വാളംപുളി അങ്ങ് എടുത്തിടും. പെട്ടെന്ന് ഞെട്ടിയില്ലേ, എൻ്റെ വീട്ടിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഇത്. ഈ വാളംപുളി അങ്ങ് ഇട്ട് കഴിയുമ്പോണ്ടല്ലോ ഇത് മൂടി ഒരു 3/4 മണിക്കൂർ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ എടുക്കണത് ഷൂട്ടിങ്ങിന് പോയില്ലെങ്കിലും വേണ്ടില്ല എന്ന് തോന്നി. അമ്മാതിരി ടേസ്റ്റ്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടുക്കള കയറിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എനിക്കോട്ട് കുക്ക് ചെയ്യാൻ അറിയത്തുമില്ല. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പെരിഞ്ചീരകത്തിന് പകരം വാളംപുളി ഇടണമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതെടുത്ത് മാറ്റിക്കളയാൻ എന്തൊരു മാർഗമുണ്ട്?